നമസ്കാരം. കഴിഞ്ഞ ഒരു ലെക്ചറിൽ നമ്മൾ നമ്പർ തിയറിയുടെ ഒരു സെറ്റ് PYQ നോക്കിയിരുന്നു. അത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിന്റെ ക്വസ്റ്റ്യൻ ആണ് നോക്കിയത്. അപ്പൊ ഇന്ന് നമുക്ക് HSA മാത്സിന് വന്ന ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഒന്ന് പരിശോധിക്കാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 15ന്റെ ഫാക്ടോറിയൽ എന്ന സംഖ്യയിൽ 3 എന്ന അഭാജ്യ സംഖ്യയുടെ കൃതി എത്ര? അതായത് 3നെ എത്ര എണ്ണത്തിന്റെ പവർ ആയിട്ട് എഴുതാം എന്നാണ് ഇവിടെ ചോദ്യം ഉദ്ദേശിച്ചിരിക്കുക. അപ്പൊ 15ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 15ഉം അതിന് താഴെ 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലത്തെയാണ് ഫാക്ടോറിയൽ കൊണ്ട് ഉദ്ദേശിക്കുക. 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര അപ് ടു 15 വരെ നമ്മൾ ഗുണിച്ചതിന് തുല്യമാണ് 15ന്റെ ഫാക്ടോറിയൽ കൊണ്ട് പറയുക. അപ്പൊ ഇതിനകത്ത് 3 ഏതിലൊക്കെ വരുമെന്ന് നമ്മൾ നോക്കിയാൽ മതി. 3 എന്ന് പറഞ്ഞ സംഖ്യ ഏതിൽ വരും? 3-ൽ വരും, 6-ൽ വരും, 9-ൽ വരും, 12-ൽ വരും, 15-ൽ വരും. ഇനിയുള്ളത് ഇവിടെ 3-ൽ ഒരു 3 ഉണ്ട്. 6 3 ഇൻറ്റു 2 ആണ്, അവിടെ ഒരു 3 കിട്ടി. പക്ഷെ 9 വരുമ്പോൾ അത് 3ന്റെ സ്ക്വയർ ആണ്, കാരണം 3 ഇൻറ്റു 3 രണ്ടെണ്ണം വരും. പിന്നെ ഇവിടെ 3 ഇൻറ്റു 4 അതിലൊരു 3 കിട്ടും. 15-ലും ഒരു 3 കിട്ടും. അങ്ങനെ ഇപ്പൊ ഇവിടെ എത്ര 3 ആയി? 1 2 ഇവിടെ 2 4 5 6, അങ്ങനെ മൊത്തം 3⁻6 എണ്ണം വരും ഇവിടെ. അപ്പോൾ കൃതി എത്രയാണെന്ന് ചോദിച്ചാൽ ഇവിടെ 6 എണ്ണമാണ് വരിക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ഒരു തുകയാണ് തന്നിരിക്കുന്നത്. 1ന്റെ ഫാക്ടോറിയൽ പ്ലസ് 2ന്റെ ഫാക്ടോറിയൽ പ്ലസ് 3ന്റെ ഫാക്ടോറിയൽ അപ് ടു 1000 ഫാക്ടോറിയൽ എന്ന സംഖ്യയെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര? ഈ ഒരു ചോദ്യമൊക്കെ ഇനി നമ്മൾ ജനറൽ PSCക്ക് പോലും പ്രതീക്ഷിക്കണം. ആദ്യത്തെ ചോദ്യമായാലും രണ്ടാമത്തെ ചോദ്യമായാലും ഇപ്പൊ അതിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ആ ഒരു ലെവലിലേക്കാണ് PSCയുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ മാത്സ് പണ്ടത്തെ പോലെ ബേസിക് ആയിട്ടുള്ളത് മാത്രം കൊണ്ട് നിൽക്കാം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ചില ചോദ്യ പേപ്പറിലൊക്കെ നമുക്കറിയാം ജോമെട്രി ഒക്കെ തന്നെ നല്ല ഡെപ്തിലാണ് ചോദ്യം വരുന്നത്. അപ്പൊ ഇവിടെ 1000 ഫാക്ടോറിയലൊന്നും കണ്ട് വരണ്ട് പോകരുത്. 1ന്റെ ഫാക്ടോറിയൽ നമുക്കറിയാം 1 പ്ലസ് 2ന്റെ ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 2 അതായത് 2 പ്ലസ് 3ന്റെ ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു 3 അതായത് 6 പ്ലസ് 4ന്റെ ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 അപ്പൊ 6 ഇൻറ്റു 4 24 വരും. പ്ലസ് പിന്നീടുള്ളത് ഇനി എഴുതണോ? 5ന്റെ ഫാക്ടോറിയൽ വരുമ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5. ആ 5 ഇനി അങ്ങോട്ടുള്ള എല്ലാ ടേമിലും പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 5 വരും. അപ്പോൾ ഒരു സംഖ്യ 5 കൊണ്ട് ഡിവിസിബിൾ ആവുമ്പോൾ അതിനകത്ത് 5ന്റെ ഒരു മൾട്ടിപ്പിൾ ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും പോകും. പിന്നെ ബാക്കിയുള്ളതിന്റെ എല്ലാം ശിഷ്ടം ഇങ്ങോട്ട് വരുന്ന എല്ലാ ടേമിന്റെയും 0 ആയിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് കൂട്ടിക്ക്. 24 പ്ലസ് 6 30, 30 പ്ലസ് 2 32, 32 പ്ലസ് 1 33. പിന്നെ നമ്മൾ ഈ 33നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 33നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് എത്ര പോകും? 6 പോകും. ബാക്കി ശിഷ്ടം എത്ര? 3. അതുകൊണ്ട് എന്റെ ശിഷ്ടം എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഈ ചോദ്യവും ക്ലിയർ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, 135x is equal കോൺഗ്രുവന്റ് ടു 6 മോഡുലോ 10 എന്ന കോൺഗ്രുവൻസ് സമവാക്യത്തിന് എത്ര മൂല്യങ്ങളുണ്ട്? അതായത് ഇവിടെ സൊല്യൂഷൻസ് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ? അങ്ങനെ ഫൈനൈറ്റ് ആണെങ്കിൽ എത്ര എണ്ണം വരും? ആ ടൈപ്പിൽ വരുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ തന്നിരിക്കുന്നത് 135x ഈസ് കോൺഗ്രുവന്റ് ടു 6 മോഡുലോ 10 എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഈ 135 എന്നും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കരുത്. ആദ്യമേ തന്നെ 10 കൊണ്ട് 135നെ ഡിവൈഡ് ചെയ്യുക. 13 തവണ പോകും 130, ശിഷ്ടം 5. ഇതെന്തായാലും റെഡ്യൂസ് ചെയ്യും. 5x കോൺഗ്രുവന്റ് ടു 6 മോഡുലോ 10. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ 0 മുതൽ 10 വരെയുള്ള ഏതെങ്കിലും സംഖ്യ, 0 മുതൽ 9 വരെയുള്ള ഏതെങ്കിലും സംഖ്യ, കാരണം 0 10 കോൺഗ്രുവന്റ് ആണ്, അതുകൊണ്ട് 0 മുതൽ 9 വരെയുള്ള ഏതെങ്കിലും സംഖ്യ എക്സിന് കൊടുത്താൽ ഇത് എന്നിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6നോട് കോൺഗ്രുവന്റ് ആകുമോ എന്ന് നോക്കുക. അതൊരു മെത്തേഡ്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എക്സ് കണ്ടുപിടിക്കാം. 5ന്റെ ഇൻവേഴ്സ് കണ്ടെത്തി 6നോട് ഗുണിച്ചിട്ട് മോഡുലോ 10 എടുത്ത് നോക്കിയാലും മതി. അപ്പൊ എങ്ങനെ 5ന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കൂടെ? 5ന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ 5നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 1 കിട്ടുമെന്ന് നോക്കിയാൽ മതി. 5നെ നമുക്കറിയില്ല ഏത് സംഖ്യയാണ്. 10ന് താഴെയുള്ള 0 മുതൽ 9 വരെയുള്ള ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ട്
10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 1 വരുമെന്ന് നോക്കിയാൽ മതി. ഇവിടെ നിങ്ങൾ 0 കൊടുത്താൽ ശിഷ്ടം 0 ആയിരിക്കും. 1 കൊടുത്താൽ 5 ആയിരിക്കും. 2 കൊടുത്താൽ 10 ആയിരിക്കും, അത് 0 വരും. 3 കൊടുത്താലോ 15 വരും. എല്ലാം ഇങ്ങനെ 5 0 5 0 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് 1 കിട്ടത്തില്ല ഇൻവേഴ്സ്. അതുകൊണ്ട് തന്നെ ഇതിന് മനസ്സിലാവാം ഇവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൊല്യൂഷൻ ഇല്ല എന്ന് അർത്ഥം. നോ സൊല്യൂഷൻ, ഇവിടെ സൊല്യൂഷൻ ഒന്നും തന്നെ ഇല്ല. ഇനി ഈ മെത്തേഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കോൺഗ്രന്റ് ആകത്തില്ല. എക്സിന് 0 കൊടുത്തേ, 0 എപ്പോഴെങ്കിലും 6നോട് കോൺഗ്രന്റ് ആയിരിക്കും മോഡുലോ 10 അല്ല. 1 കൊടുത്താൽ 5, അതും 5ഉം 6ഉം കോൺഗ്രന്റ് അല്ല. 5 × 2 10, 10നെ ഇത് കൊടുത്താൽ 0 വരിക, 6 കിട്ടത്തില്ല. 5 × 3 15, 5 വരിക. 5 × 4 ചെയ്താൽ 20, 20നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 വരിക. ഇങ്ങനെ ഏത് സംഖ്യ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും 5 0 5 0 ഇങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് സൊല്യൂഷൻ ഇല്ല, മൂല്യങ്ങളില്ല. അപ്പൊ 3 ചോദ്യം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 4ാമത്തെ ചോദ്യം, 3/302നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം എത്ര? 3/302 ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോഴത്തേക്കും ഇതെങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിലേക്ക് പോകരുത്. ഇതിനെ ആദ്യം നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ശ്രമം എന്ന് പറയുന്നത് എപ്പോഴും 5ന് താഴെയുള്ള സംഖ്യകളിലേക്ക് കൊണ്ടുവരിക. 0 1 2 3 4. അപ്പൊ ഈ 2 3 4 കൊണ്ടുവരുന്നത് പാടാണ്. നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത് 1 - 1 ഈ ടേമിലോട്ട് മാറ്റാൻ പറ്റുമെന്നാണ്. അപ്പൊ നമുക്കറിയാം 6 എന്ന് പറഞ്ഞൊരു സംഖ്യയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 1 വരും. 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ. അതേസമയം 4നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം വേണമെങ്കിൽ നമുക്ക് -1 ആയിട്ട് എടുക്കാം, ആ റെസിഡ്യൂവിന്റെ ഒരു ഐഡിയ വെച്ചിട്ട്. ഇനി അതേപോലെ 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 0 വരും. അങ്ങനെയാണെങ്കിൽ 9നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ശിഷ്ടം -1 ആയിട്ട് എടുക്കാം. 9 എന്ന് പറയുന്ന സംഖ്യയും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും -1 റെസിഡ്യൂ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം 11ന് നമുക്ക് 1 എടുക്കാമെങ്കിൽ തൊട്ട് പിറകെ വരുന്നതിന് നമുക്ക് ഇങ്ങനെ എടുക്കാം. ആ ഒരു രീതിയിൽ റെസിഡ്യൂവിന്റെ ഐഡിയ വെച്ചിട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യും. ഇതിന് 3ന്റെ സ്ക്വയർ റേസ് ടു 151 ഇങ്ങനെ മാറ്റുന്നുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി ഇത് തന്നെയാണ് 9 റേസ് ടു 151 എന്ന് എഴുതിയാലും ഇവിടെ പ്രശ്നമില്ല. ഇനി 9 എന്ന് പറയുന്നത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തില്ല, നമുക്ക് അറിയാം. നമ്മളത് അങ്ങനെ നോർമലി ചെയ്യത്തില്ല. പക്ഷെ അല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ എഴുതാം? നമ്മുടെ റെസിഡ്യൂവിന്റെ ഐഡിയ വെച്ചിട്ട് ഇതിനെ -1 എഴുതാം. -1 റേസ് ടു 151. ഇതെന്ന് പറയുന്നത് -1നെ ഏത് സംഖ്യ കൊണ്ട് ചെയ്താലും -1 തന്നെ. -1 ആണ് വരുന്നതെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട. 5ൽ നിന്ന് 5 അല്ല, ഇപ്പൊ വേറെ ഏതെങ്കിലും സംഖ്യയാണ് തന്നെ ആ സംഖ്യ. ഇവിടെ ഇപ്പൊ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 5ൽ നിന്ന് 1 കുറയ്ക്കുക, നേരെ 4 എഴുതുക. ഇതാണ് ഇതിന്റെ റിമൈൻഡർ. അപ്പൊ ഇതിന്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ഇതും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി 5ാമത്തെ ചോദ്യം, n ഏത് തരത്തിലുള്ള സംഖ്യയാകുമ്പോഴാണ് 2n-1 ഒരു അഭാജ്യ സംഖ്യയാകുന്നത്, പ്രൈം നമ്പർ ആകുന്നത്? ഇത് നമ്മൾ തിയറി സെക്ഷനിൽ തന്നെ പഠിക്കുന്നതാണ്. പ്രൈമിന്റെ വിവിധ തരം പ്രൈമുകൾ നമ്മൾ നോക്കുമ്പോൾ മെർസൺ പ്രൈം എന്നൊരു സംഭവമാണ് ഈ തന്നിരിക്കുന്നത്, 2n-1. ഇവിടെ നമ്മൾ ഓപ്ഷനിൽ നിന്ന് കട്ട് ചെയ്യണമെങ്കിൽ, അവിടെ നമ്മൾ 2p-1 തന്നെ കാണുന്നുണ്ട്, അത് നിന്നോട്ടെ. ഓപ്ഷനിൽ നിന്ന് കട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 എക്സെട്ര ഇങ്ങനെ പോകുന്ന നമ്പറിലെ നാച്ചുറൽ നമ്പർ ഇവിടുന്ന് 1 കൊടുത്തേ, n-ന് 1 കൊടുത്തേ. 2 കൊടുത്താൽ 2 -1 പ്രൈം നമ്പർ ആണോ? അല്ല. അപ്പൊ തന്നെ ഈ ഓപ്ഷൻ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. ഓപ്ഷൻ ഡിസ്കാർഡ് ചെയ്യുമ്പോൾ തെറ്റായിട്ടുള്ളത് മാത്രമേ എടുക്കാവൂ. ഒരെണ്ണം ശരിയായി എന്ന് കരുതി ആ ഓപ്ഷൻ ശരിയാവണമെന്നില്ല. ഉദാഹരണത്തിന് 2 ആണ് എടുത്തു കഴിഞ്ഞാൽ 2² -1 4 ആവും. 4 -1 3, അത് പ്രൈം ആണെന്നും പറഞ്ഞ് എടുക്കരുത്. ഡിസ്കാർഡ് ചെയ്യുമ്പോൾ ഒരു കൗണ്ടർ എക്സാമ്പിൾ കാണിച്ചാൽ മതി. അതേസമയം പ്രൂവ് ചെയ്യാനാണെങ്കിൽ നമ്മൾ അത് തെളിയിക്കേണ്ടി വരും. ഇനി കോമ്പോസിറ്റ് നമ്പർ, ഏതെങ്കിലും ഒരു കോമ്പോസിറ്റ് നമ്പർ എടുത്താലും ഇത് ശരിയാകത്തില്ല എന്ന് നമ്മൾ കാണിക്കും. കോമ്പോസിറ്റ് നമ്പർ 4 എടുത്തേ, 2⁴ -1 16. 16 - 1 എന്ന് പറഞ്ഞാൽ 15. 15 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല. 3ഉം 5ഉം ഡിവിസിബിൾ ആണ്. ഈ ഓപ്ഷനിൽ പോയി. ഇനി ഒരു ഒറ്റ സംഖ്യ ആയിട്ട് 1 തന്നെ എടുത്താൽ മതി. 1 തന്നെ എടുക്കുമ്പോൾ 2⁻1 - 1 ആവും. അതുകൊണ്ട് അതും ഡിസ്കാർഡ് ചെയ്യാം. ഈ ഓപ്ഷനും തെറ്റാണ്. അപ്പൊ ഇനി പ്രൈം നമ്പർ 2² -1 3 ആണ്. 2³ -1 7. അതേപോലെ 2⁵ -1 വരുമ്പോൾ 31. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതൊരു പ്രൈം നമ്പർ ആണ്. മാത്രമല്ല ഈ ഒരു സീരീസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഇത് നമ്മൾ തിയറി സെക്ഷനിൽ പഠിക്കുന്നതാണ്, ഇതൊരു പ്രൈം ആണ്. മെർസൺ പ്രൈം എന്ന് നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ആ ഒരു തിയറി കൺസെപ്റ്റ് അപ്പൊ അറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എക്സാമ്പിൾ വെച്ച് ഡിസ്കാർഡ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് പറഞ്ഞതെന്ന് മാത്രം.
അടുത്ത ആറാമത്തെയും അവസാനത്തെയും ചോദ്യം, ഈ രണ്ട് സംഖ്യകളുടെ GCD അതായത് ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ അല്ലെങ്കിൽ HCF കണ്ടെത്താനുള്ള ഒരു ചോദ്യമാണിത്. ഈ ഒരു ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് യൂക്ലിഡിയൻ അൽഗോരിതം ഉപയോഗിക്കാം. യൂക്ലിഡിയൻ അൽഗോരിതം പറയുന്നത് എന്താ, വലിയ സംഖ്യ എടുക്കുക. ഇപ്പൊ 3587 ആ വലിയ സംഖ്യ എടുത്ത് ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യാം. അതായത് ചെറിയ സംഖ്യ ഇൻറ്റു എത്ര ഏത് വരെ ചെയ്യാൻ പറ്റും. ഇവിടെ 1819 ഇവിടെ 2 തവണ പോകും, 2 തവണ പോകത്തില്ല. 1819നെ 2 കൊണ്ട് ഗുണിച്ചാൽ 3600ലേക്ക് കയറും. അത്ര നമുക്ക് വേണ്ട. അപ്പൊ ഇത് ഇവിടെ ഒറ്റ തവണ പോകുള്ളൂ. ഇൻറ്റു 1 പ്ലസ് 6. നമുക്കറിയാലോ A is equal to BQ പ്ലസ് R. A എന്ന സംഖ്യയെ B കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ B ഡിവൈഡഡ് ബൈ A അവിടെ പൂർണ്ണമായിട്ടും പോകുന്നതാണ് കോഷ്യന്റ്. അപ്പൊ നമ്മൾ B ഇൻറ്റു Q. പിന്നെ എത്ര മിച്ചമുണ്ട്, ശിഷ്ടം R. അതാണ് A is equal to BQ പ്ലസ് R. ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ടത് 768 1819 1760 കൂട്ടി നോക്കിയാൽ പോരെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, ഈ 1819 കൊണ്ട് 1768നെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും 1819 എന്ന് പറയുന്നത് 1768 ഒരു തവണയിലേ പോകും. ഇൻറ്റു 1 പ്ലസ് മിച്ചം എത്രയുണ്ട്, 51 മിച്ചം. ഇനി ഈ 1768നെ 51 ഡിവൈഡ് ചെയ്യുക. 51 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1761. 51ൽ എത്ര പ്രാവശ്യം പോകും, 51ൽ ഇത് 34 തവണ പോകും. 34 തവണ പോകും. 51 ഇൻറ്റു 34 എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു റേഞ്ച് വരും. 51 ഇൻറ്റു 34 4 20 3 5 3 15 ചെയ്യുമ്പോഴത്തേക്ക് 4 3 5 2 7 1734. പിന്നെ ശിഷ്ടം 34 കൂടെ നമ്മൾ ചേർക്കണം 1768 ആക്കാൻ. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, 34 ഇവിടെ 34 ആണ്, 56 അല്ല 34. അപ്പൊ ഇനി 51നെ 34 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് 34 ഇൻറ്റു 1 പ്ലസ് 17. ഇനി അടുത്ത് എന്താ ചെയ്യണ്ടേ, 17നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 34 എന്ന് പറയുന്നത് ഈസ് കോൺഗ്രുവന്റ് ടു 34. 17 ഇൻറ്റു 2 പ്ലസ് 0. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും എവിടെയാണോ 0 വരുന്നത് ആ സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ യൂക്ലിഡിയൻ അൽഗോരിതം ടെർമിനേറ്റ് ചെയ്യുക. അപ്പൊ അതിന് തൊട്ട് മുകളിൽ നമുക്ക് എവിടെ വരെയാണോ കിട്ടിയത് അതായിരിക്കും നമ്മുടെ GCD ആയിട്ട് എടുക്കുക. 17. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് വരുന്നത് 17 ആണ് GCD. ഇതാണ് യൂക്ലിഡിയൻ അൽഗോരിതം മെത്തേഡ് വെച്ചിട്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒറ്റ സിംഗിൾ ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്താലും മതി. 51 3 17 ഈ നമ്പറുകൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകത്തില്ല 3ൽ. അവിടെ വെച്ചിട്ട് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പൊ 34 പോകത്തില്ല. 17 ഏറ്റവും വലിയ കോമൺ ഡിവൈസർ. 17 ഏറ്റവും വലിയ കോമൺ ഡിവൈസർ എന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ യൂക്ലിഡിയൻ അൽഗോരിതം വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇത് കണ്ടുപിടിക്കാനും സാധിക്കും. 17 ഇതിന്റെ ഏറ്റവും ലീസ്റ്റ് കോമൺ ഡിവൈസർ. രണ്ടിനെയും ഡിവൈഡ് ചെയ്യുന്ന ഏറ്റവും ലീസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് 17. 17 ഒരു പ്രൈം നമ്പർ ആണെന്നും അറിയാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്ന നമ്പർ തിയറി ചോദ്യങ്ങൾ. ആൻസറുകൾ എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.